ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 4ാമത്തെ പാഠഭാഗമായ ഭാഗക്കണക്കിലെ പേജ് നമ്പർ 57 ആണ്. ഇതിനു മുമ്പുള്ള എല്ലാ പ്രോബ്ലംസിൻ്റെയും വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ പേജ് 57 ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് മനക്കണക്കായിട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും എളുപ്പമാണ്. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ ഭിന്നസംഖ്യയോടും കൂട്ടിയാൽ 1 കിട്ടുന്ന ഭിന്നസംഖ്യ മനക്കണക്കാക്കി പറയാമോ? അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ആദ്യത്തെ കണക്ക് തന്നെ നമുക്ക് എടുക്കാം, 2/7. അപ്പോൾ ഈ 1 എന്ന് പറയുമ്പോൾ എന്താണ്? 1 എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ 1/1 ദാറ്റ് ഈസ് അത് 1ന് സമമാണ്. 2/2 അതെന്താണ്? 1 ആണ്. 2 ഒരു പ്രാവശ്യമേ പോവുള്ളൂ അല്ലേ? 2 2 1. ഇനി 3/3 അപ്പോൾ 1, അതായത് അംശവും ഛേദവും ഒരേ സംഖ്യയായി വരുമ്പോഴാണ് അതിനെ നമ്മൾ 1 എന്ന് പറയുന്നത് അല്ലേ? 4/4 അതും 1 ആണ്. 5/5 അതും 1 ആണ്. 6/6 അതും 1 ആണ്. ഇനി ഇവിടെ നോക്കി 7/7 അതും 1 ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കൂ, 2/7 2/7 7/7 ആവണമെങ്കിൽ അതിനോട് എന്ത് കൂടി കൂട്ടണം? ഒരു 5/7 കൂടി കൂട്ടണം അല്ലേ? എന്നാലേ 7/7 ആവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 2/7 5/7 കൂട്ടിയാൽ മാത്രമേ നമുക്ക് 7/7 ആവുകയുള്ളൂ. അതാണ് 1ന് സമം. അപ്പോൾ നമ്മൾ 2/7 കൂടെ എന്ത് കൂട്ടണം? 5/7 ആണ്. അവിടെ ഇതിന് സിമ്പിളായിട്ട് ഈ 7 നിന്ന് 2 മൈനസ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഛേദത്തിൽ നിന്ന് അംശം കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ 7/2 7 സമം 5/7. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യമായ 4/7 വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉത്തരം എഴുതിക്കൂടെ അല്ലേ? 7 കുറയ്ക്കണം 4/7. അപ്പോൾ 7 കുറയ്ക്കണം 4 എന്ന് പറയുന്നത് 3/7. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണല്ലേ? അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് 3/7 കിട്ടി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? 3/8 ആണ്. അപ്പോൾ 3/8 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ 8ൽ നിന്ന് 3 കുറച്ചു, എന്നിട്ട് 8 ഇവിടെ കൊടുത്തു അല്ലേ? ഛേദം കുറയ്ക്കണം അംശം ബൈ ഛേദം. അപ്പോൾ 8ൽ നിന്ന് 3 കുറച്ചാൽ 5 5/8. അപ്പോൾ നമ്മൾ 1 കിട്ടാൻ എന്ത് കൂട്ടണം? 5/8 ആണ് കൂട്ടേണ്ടത്. ഇനി അടുത്ത 3/10. അപ്പോൾ 3/10 നമ്മൾ ആലോചിക്കുമ്പം നമ്മുടെ ഛേദം 10 ആണ്, അംശം 3 ആണ്. അപ്പോൾ 10 കുറയ്ക്കണം 3/10. 10 കുറയ്ക്കണം 3 എന്ന് പറഞ്ഞാൽ 7/10. അപ്പോൾ എത്ര ആൻസർ? 7/10. അപ്പോൾ നമുക്കിതൊന്ന് മനക്കണക്കാക്കി ചെയ്താലോ? 2/7 എന്ന് പറയുമ്പം 5/7, 4/7 എന്ന് പറയുമ്പോൾ 4 3 7, അപ്പോൾ 7/7. 3/8 എന്ന് പറയുമ്പോൾ 3 5 8, അപ്പോൾ 5/8. 3/10 എന്ന് പറയുമ്പോൾ 3 7 10, 7/10. വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്കിനി അടുത്ത പ്രോബ്ലംസ് പേജ് നമ്പർ 60-ലാണുള്ളത്. അപ്പോൾ അതുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടാലോ? താങ്ക്